ഇപ്പോൾ അറബിക്കടലിൽ ഈ മുങ്ങിക്കിടക്കുന്ന MSC എൽസ 3 എന്ന കപ്പൽ അതിന് എന്ത് സംഭവിക്കുമെന്നത് കൗതുകരമായ ഒരു കാര്യമാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ കൂടി എങ്ങനെയാണ് എന്ന് ഉള്ളത് ഒന്ന് പരിശോധിക്കാം. ഈ കപ്പൽ എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് ഏറ്റവും പ്രാഥമികമായത് ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത് കപ്പൽ കമ്പനി തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനം. ഈ കപ്പൽ ഉടമകൾക്ക് തീരുമാനിക്കാം ഈ കപ്പലിനെ തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണോ അതോ അതിനെ ഉപേക്ഷിക്കണോ എന്നത്. അത് ഇൻഷുറൻസുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വലിയ തോതിൽ അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കീഴിലുള്ള MSC എൽസ 3 എന്ന കപ്പൽ അത് വലിയ തുക ചെലവഴിച്ച് വേണം ഈ കപ്പൽ ഉയർത്താനുള്ള ഒരു നടപടികളിലേക്ക് പോകണമെങ്കിൽ അത് ആ കമ്പനി മാത്രം തീരുമാനിക്കേണ്ട വിഷയമാണ്. നിലവിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഒരുപക്ഷെ അതിലുള്ള കാർഗോയുടെ മൂല്യത്തെക്കാൾ അധികം പണം ചിലവാകേണ്ടി വരും ഈ കപ്പൽ ഉയർത്തണമെങ്കിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഇനി കപ്പൽ ഉയർത്താൻ ഇപ്പോൾ തീരുമാനിച്ചാൽ പോലും അത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതിന് വലിയ കപ്പലുകൾ വലിയ സംവിധാനങ്ങളൊക്കെ അറബിക്കടലിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് കടലിനടിയിൽ നിന്ന് കപ്പൽ പോലെയുള്ളവ ഉയർത്തുന്നത് ഏറെ വൈദഗ്ധ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അതിന് അന്താരാഷ്ട്ര കമ്പനികളൊക്കെ നിലവിലുണ്ട്. പക്ഷേ അതൊക്കെ ഉപയോഗിക്കപ്പെടുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയും. അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ ചുരുക്കവുമാണ്. അങ്ങനെ മുങ്ങിപ്പോയ കപ്പലുകൾ ഉയർത്തിയ ചരിത്രം വളരെ വിരളമാണ്. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനിയൊന്ന്, ഈ ചെലവ് വഹിക്കേണ്ടത് കപ്പൽ കമ്പനി ഉടമയാണ്. കോസ്റ്റ് ഗാർഡും ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്ന് നടത്തുന്ന ഓപ്പറേഷൻ അവരാണ് ഈ ഓപ്പറേഷൻ നടത്തുക. പക്ഷെ അതിന്റെ മുഴുവൻ ചെലവും വഹിക്കേണ്ടി വരുന്നത് കപ്പൽ കമ്പനി തന്നെയായിരിക്കും. നിലവിൽ നമ്മൾ കണ്ട രക്ഷാദൗത്യം അതിലെ ജീവനക്കാരെ രക്ഷിച്ചു കൊണ്ടുവന്ന് അതൊക്കെ കോസ്റ്റ് ഗാർഡ് അതിൻ്റെതായ ഉത്തരവാദിത്തോടുകൂടി നിർവഹിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് തീർച്ചയായും കമ്പനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇനിയുള്ളത് കപ്പലിലെ ഇന്ധനം നീക്കും എന്നുള്ളതാണ്. അത് ചെയ്യേണ്ടതാണ്. അത് ചെയ്തേ തീരൂ എന്നുള്ളതാണ്. ഇന്ധനം നീക്കും. അത് കപ്പലിലെ അതായത് ഒന്നുകിൽ കടലിനടിയിൽ ചെന്ന് പമ്പ് ഉപയോഗിച്ച് വലിച്ചെടുക്കുന്ന രീതിയിൽ ഇന്ധനം നീക്കും. മറ്റൊരു സാധ്യതയുണ്ട്. അത് രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഇന്ധനം കളയുക എന്നുള്ളതാണ്. പക്ഷെ അത് അവസാന വഴിയായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പം കപ്പൽ ചാലിനിത് അത് എല്ലാവർക്കും ആദ്യം ആശങ്കയുള്ള കാര്യമാണ്. നിലവിൽ ഏറ്റവും തിരക്കേറിയ ഒരു കപ്പൽപാതയാണ്. ആ കപ്പൽപാതയ്ക്ക് പക്ഷേ ഈ കപ്പൽ അവിടെ ഒരു അപകടത്തിൽപ്പെട്ടുവെങ്കിലും അങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നില്ല. ആ കപ്പൽ ഏകദേശം 250 മുതൽ 300 മീറ്റർ വരെ ആഴമുള്ള പ്രദേശമാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണ കപ്പലുകൾ കടന്നു പോകാൻ ഏതാണ്ട് 50 മുതൽ 70 മീറ്റർ വരെ ആഴം മതി എന്നുള്ളത് കൊണ്ട് കപ്പൽ ചാലിന് തടസ്സമുണ്ടാവില്ല. നമ്മൾ സ്വാഭാവികമായി വിചാരിക്കും അല്ലെ, നമ്മുടെ വിഴിഞ്ഞത്ത് നിന്നുള്ളൊരു കപ്പൽ ചാലാണ്, മറ്റു വലിയ അന്താരാഷ്ട്ര ഷിപ്പുകളൊക്കെ വരികയാണെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു ആശങ്ക നമുക്കുണ്ടാകും. അങ്ങനെയുള്ള ആശങ്ക വേണ്ടതില്ല. ഇതാണ് ആ കപ്പലിന്റെ ഇനി എന്ത് ഭാവി എന്ത് എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ.